കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കെയർ ആൻഡ് ബെനിഫിൻ. സ്വർണ്ണ സമ്പാദ്യങ്ങളെ ഇനി ബിസിനസ്സിൽ നിക്ഷേപിക്കാം. നമസ്കാരം. ഇന്ന് 2024 ഡിസംബർ 1 ഞായറാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 45ാമത് GCC ഉച്ചകോടി കുവൈത്തിൽ ഇന്ന് ആരംഭിക്കും. ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയടക്കമുള്ള GCC ഭരണാധികാരികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. മേഖലയിലും ആഗോളതലത്തിലും വിവിധ വെല്ലുവിളികൾ വർദ്ധിക്കുകയും പ്രതിസന്ധികൾ വഷളാവുകയും ചെയ്യുന്ന നിർണായക ഘട്ടത്തിലാണ് GCC ഉച്ചകോടി നടക്കുന്നത്. പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാകുന്ന അപകടങ്ങളെ നേരിടുന്നതിനെക്കുറിച്ചും വെല്ലുവിളികൾ മറികടക്കലിനെക്കുറിച്ചുമായിരിക്കും പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത്. ഇസ്രയേലിന്റെ പലസ്തീൻ ആക്രമണം, ലബനാൻ, സിറിയ എന്നിവിടങ്ങളിലേക്കുള്ള കടന്നുകയറ്റവും ആക്രമണവും ഉച്ചകോടിയിൽ വിഷയമാകും. ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ഏകീകരണം ലക്ഷ്യമിടുന്ന പദ്ധതികളും സംയുക്ത പ്രവർത്തനം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഉച്ചകോടി മുന്നോട്ട് വെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. രാജ്യത്ത് ടൂറിസ്റ്റ് വിസയിലെത്തുന്നവരെ കൂടി ആരോഗ്യ ഇൻഷുറൻസിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന നിർദ്ദേശവുമായി പാർലമെന്റ് MPമാർ രംഗത്ത്. ടൂറിസ്റ്റ് വിസയിലെത്തുന്നവരിൽ നിന്ന് ഇതിനുള്ള ഫീസ് ഈടാക്കാനുള്ള നിർദ്ദേശമാണ് സാമ്പത്തിക കാര്യ സമിതി വൈസ് ചെയർമാൻ മുഹമ്മദ് അൽ മറാഫിയുടെ നേതൃത്വത്തിലുള്ള 5 MPമാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശം ചർച്ച ചെയ്യുമെന്ന് ടൂറിസം മന്ത്രി ഫാത്തിമ അൽ സറാഫി പറഞ്ഞു. നിർദ്ദേശം നടപ്പാക്കുകയാണെങ്കിൽ വിനോദസഞ്ചാരികൾ അവരുടെ വിസ അപേക്ഷ പ്രക്രിയയുടെ ഭാഗമായി അധിക ഫീസ് നൽകേണ്ടി വരും. അതേസമയം സന്ദർശകർക്ക് അവരുടെ താമസ സമയത്ത് ആരോഗ്യ സേവനങ്ങൾ ഇതുവഴി ലഭ്യമാകും. ടൂറിസ്റ്റ് വിസയുടെ ഭാഗമായി സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നത് സുരക്ഷിതവും വിനോദസഞ്ചാര സൗഹൃദമായ ഒരു കേന്ദ്രമെന്ന നിലയിൽ ബഹ്റിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുമെന്നാണ് MPമാരുടെ വാദം. ഭക്ഷണ പദാർത്ഥമെന്ന വ്യാജേന ബോക്സിനുള്ളിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച കേസിൽ അറബ് വംശജനായ യുവാവിന് ബഹ്റിൻ കോടതി 15 വർഷം തടവും 5000 ദിനാർ പിഴയും വിധിച്ചു. 1ാം ഹൈക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സംശയാസ്പദമായ പെരുമാറ്റത്തെ തുടർന്നാണ് ഇയാളെ എയർപോർട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടന്ന പരിശോധനയിൽ ഇയാളുടെ ബാഗേജിൽ നിന്ന് നൈലോണിൽ പൊതിഞ്ഞ 53 കഷ്ണം കഞ്ചാവ്, ഭക്ഷണ ബോക്സിൽ ഒളിപ്പിച്ച 1975 ക്യാപ്റ്റഗൺ ഗുളികകൾ, 1000 സൈക്കോട്രോപിക് ഗുളികകൾ എന്നിവ കണ്ടെത്തി. പിന്നീട് ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 34.47 ഗ്രാം കഞ്ചാവും കട്ടിംഗ് ഉപകരണങ്ങൾ, പാക്കേജിംഗ് സാമഗ്രികൾ, ഇലക്ട്രോണിക് സ്കെയിൽ എന്നിവയും കണ്ടെത്തി. ഈ വർഷം ആദ്യമായാണ് കള്ളക്കടത്ത് ശ്രമം നടന്നതെന്ന് പ്രോസിക്യൂട്ടർമാർ സ്ഥിരീകരിച്ചു. ബഹ്റിൻ കേരളീയ സമാജവും DC ബുക്സും ചേർന്ന് നടത്തുന്ന പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടന്ന മുഖാമുഖത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ അഖിൽ P. ധർമ്മജൻ അതിഥിയായി പങ്കെടുത്തു. തന്റെ പുസ്തകങ്ങളായ റാം കെയർ ഓഫ് ആനന്ദി, മെർക്കുറി ഐലൻഡ്, ഓജോ ബോർഡ് എന്നീ രചനകളെക്കുറിച്ചും പുതിയ കാലത്തെ എഴുത്തിന്റെ രീതികളെക്കുറിച്ചും അഖിൽ P. ധർമ്മജൻ സംസാരിച്ചു. കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, പുസ്തകോത്സവം കൺവീനർ ഹരീഷ് നായർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഇന്ന് വൈകിട്ട് കഞ്ചാവ് എന്ന രചനയിലൂടെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ ലിജീഷ് കുമാർ സദസ്സുമായി സംവദിക്കും. നാളെ വൈകിട്ട് 7:30 പുസ്തകോത്സവ വേദിയിൽ നടക്കുന്ന ചടങ്ങിൽ ബഹ്റിനിൽ നിന്നുള്ള എഴുത്തുകാരനായ ജലീലിയയുടെ റങ്കൂൺ സ്രാപ്പ് എന്ന പുസ്തകം മാധ്യമപ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്യും. 6000-ലധികം ശീർഷകങ്ങളിലായി 1,00,000-ലധികം പുസ്തകങ്ങളാണ് പുസ്തകമേളയിൽ വായനക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
ബഹ്റൈനിലെ കനോലി നിലമ്പൂർ ബഹ്റൈൻ കൂട്ടായ്മയുടെ 2005-26 വർഷക്കാലയളവിലേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. അൻവർ നിലമ്പൂർ പ്രസിഡന്റായും സുബിൻ ദാസ് സെക്രട്ടറിയായും അനീസ് ബാബു ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റുമാരായി അദീബ് ഷെരീഫ്, തസ്ലീം തന്നാടൻ, റമീസ് കാളികാവ്, ജോയിന്റ് സെക്രട്ടറിമാരായി അദീബ് ചെറുനാലകത്ത്, അരുൺ കൃഷ്ണ, സുബിൻ മൂത്തേടം, അസിസ്റ്റന്റ് ട്രഷറർ ലാലു ചെറുവോട്, എന്റർടൈൻമെന്റ് സെക്രട്ടറി വിജീഷ്, സ്പോർട്സ് വിംഗ് കൺവീനർ ആഷിഫ് വടപ്പുറം, ചാരിറ്റി വിംഗ് കൺവീനർ റസാഖ് കരുളായി എന്നിവരെയും തെരഞ്ഞെടുത്തു. സലാം മമ്പാട്ടുമുല, രാജേഷ് വി കെ, മനു തറയത്ത്, ഷബീർ മുക്കൻ, രജീഷ് ആർ പി, ഷിജിത് തോമസ്, ജംഷീദ് വളപ്പൻ, ബഷീർ വടപ്പുറം, ജോജി, സാജിദ് കരുളായി, ജോമൻ പുല്ലഞ്ചേരി, അഷറഫ് അയനക്കോട്, സജി വണ്ടൂർ, റഫീഖ് അകമ്പാടം, ഉമ്മർ, വിവേക്, നജീബ് കരുവാരക്കുണ്ടി എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. ജനറൽ ബോഡി യോഗത്തിലെ നിലവിലെ പ്രസിഡന്റ് ഷബീർ മുക്കൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി രജീഷ് ആർ പി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജംഷീദ് വളപ്പൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. AYCC ബഹ്റൈൻ ഹിദ് അറാദ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ലോക്സഭ, പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയ പ്രവചന മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. നൂറുദ്ദീൻ CP, ധന്യ ബെൻസി, ശരത് വിനോദ് എന്നിവരെയാണ് വിജയികളായി തെരഞ്ഞെടുത്തത്. ഇവർക്കുള്ള സമ്മാന വിതരണം AYCC പൊതുപരിപാടിയിൽ നടക്കുമെന്ന് ഹിദ് അറാദ് ഏരിയ പ്രസിഡന്റ് റോബിൻ കോശി, സെക്രട്ടറി നിതിൻ ചെറിയാൻ, ട്രഷറർ ഷനീഷ് സദാനന്ദൻ, പ്രോഗ്രാം കോർഡിനേറ്റർ നിസാം NK എന്നിവർ അറിയിച്ചു. ബഹ്റൈൻ കരുവന്നൂർ കുടുംബം ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷരാവ് ഡിസംബർ 26 വൈകുന്നേരം 7 മണിക്ക് സൽമാനിയ ഇന്ത്യൻ ഡിലരി ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംഘാടക സമിതി യോഗം പ്രസിഡന്റ് സിബി MP-യുടെ അധ്യക്ഷതയിൽ ചേർന്നു. യോഗത്തിൽ രഘുനാഥ് KC, ഷാജഹാൻ കരുവന്നൂർ, ശ്രീനിവാസൻ KV, നന്ദൻ കരുവന്നൂർ, ലാൽ CV, ഹാരിസ് KA, ആന്റണി KK, ബിന്ധ്യ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായി അനൂപ് അഷ്റഫ്, ചെയർമാനായി CB MP, ട്രഷററായി ജൻസിലാൽ AV എന്നിവരെ തെരഞ്ഞെടുത്തു. ആലപ്പുഴ ജില്ലക്കാരുടെ ബഹ്റൈനിലെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പിയുടെ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പുകൾക്ക് തുടക്കം കുറിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. 2002 രൂപം കൊണ്ട വോയിസ് ഓഫ് ആലപ്പിക്ക് ബഹ്റൈനിലെ വിവിധ ഏരിയകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 8 ഏരിയ കമ്മിറ്റികൾ നിലവിലുണ്ട്. ഏരിയ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് സിബിൻ സലീം, ധനേഷ് മുരളി, ഗിരീഷ് കുമാർ, അനസ് റഹീം, ജോഷി നെടുവേലിൽ, ജിനു കൃഷ്ണൻ, ജഗദീഷ് ശിവൻ, ബോണി മുളപ്പാമ്പള്ളി എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. സെൻട്രൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾക്ക് രക്ഷാധികാരികളായ ഡോക്ടർ PV ചെറിയാൻ, സെയ്ദ് റഹ്മാൻ നദ്വി, അനിൽകുമാർ UK എന്നിവരും നേതൃത്വം നൽകും. ഡിസംബറിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായി ജനുവരി മുതൽ പുതിയ കമ്മിറ്റികൾ സ്ഥാനമേൽക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബാഡ്മിന്റൺ സീസൺ 2 ടൂർണമെന്റിൽ അജീസ് സൈമൺ, അമീർ സഖ്യം ലെവൽ 1-ൽ വിജയികളായി. ഫൈസൽ സലീം മുഹമ്മദ്, സ്മിജോ ബേബി സഖ്യമാണ് ലെവൽ 2 വിജയികൾ. അർജുൻ സുജിത് സാമുവൽ സഖ്യം ലെവൽ 1 റണ്ണേഴ്സപ്പ് ആയപ്പോൾ ജുബിൻ അർജുൻ സഖ്യം ലെവൽ 2 റണ്ണേഴ്സപ്പായി. കൊല്ലം പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത ടൂർണമെന്റിൽ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ അപ്രൂവ്ഡ് അമ്പയർ ഷാനിൽ അബ്ദുറഹീം മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫി വിതരണവും ചെയ്ത സമ്മാനദാന ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് ജ്യോതി പ്രമോദ് അധ്യക്ഷത വഹിച്ചു. KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ, ട്രഷറർ മനോജ് ജമാൽ എന്നിവർ ആശംസകൾ നേർന്നു. ബ്രോസ് ആൻഡ് ബഡ്ഡീസ് ക്രിക്കറ്റ് ടീം അംഗമായിരുന്ന സുനിൽ ജോർജിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന സുനിൽ ജോർജ് മെമ്മോറിയൽ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ബഹ്റൈനിലെ 80 ക്രിക്കറ്റ് ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഡിസംബർ 6 വെള്ളിയാഴ്ച ബുസൈത്തിനിലെ 20 ഗ്രൗണ്ടുകളിലായി നടക്കുന്ന മത്സരത്തിന് മുന്നോടിയായി പങ്കെടുക്കുന്ന ടീമുകളുടെ ക്യാപ്റ്റന്മാരെയും മാനേജർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാപ്റ്റൻ മീറ്റ് സംഘടിപ്പിച്ചു.
ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷനുമായി സഹകരിച്ചാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ടൂർണമെന്റിന്റെ 4ാം സീസണാണ് ഈ വർഷം നടക്കുന്നത്.